ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സി ഷാർപ്പ്. നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, CPP ലാംഗ്വേജ്, ജാവ പോലത്തെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അതേപോലെ ഒരു മോഡേൺ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ സി ഷാർപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, ഒരു മോഡേൺ ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടെയാണ്. നമ്മൾ ഇതിനകത്ത് കാണുന്നത് C# ആണെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സി ഷാർപ്പ് എന്നാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പേരെന്താണ്? സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇന്നത്തെ കാലത്ത് വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണിത്. ഇന്നത്തെ കറൻറ്റ് വേർഷൻ എന്ന് പറയുന്നത് വേർഷൻ 7.2 ആണ്. അതായത് ഒരുപാട് വേർഷൻസ് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് 7.2 ആണ്. ഇതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടൈപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സിൻടാക്റ്റിക്കലി ജാവ പ്രോഗ്രാമിങ്ങുമായിട്ട് വളരെ സിമിലാരിറ്റീസ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടെയാണ് സി ഷാർപ്പ്. മാത്രമല്ല യൂസേഴ്സിന് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ പോപ്പുലറായിട്ട് ഇന്ന് എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീനെ കുറിച്ച്, അതേപോലെ CPP, ജാവ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് വ്യക്തമായൊരു നോളജ് ഉണ്ടായാൽ മാത്രം മതി. എന്നാൽ തന്നെ ഈസി ആയിട്ട് സി ഷാർപ്പ് യൂസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല .NET ഫ്രെയിം വർക്കിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചും ഒരു ഐഡിയ വേണം. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സി ഷാർപ്പ് ഈസി ആയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള സി ഷാർപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. മാത്രമല്ല ഇത് റൺ ചെയ്യുന്നത് എവിടെയാണ്? .NET ഫ്രെയിം വർക്കിലുമാണ്. ഈ ഒരു സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള, റോബസ്റ്റ് ആയിട്ടുള്ള, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജും കൂടെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് വിൻഡോസ് ആപ്ലിക്കേഷൻ, പിന്നെ വരുന്നത് വെബ് ആപ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ, വെബ് സർവീസ് ആപ്ലിക്കേഷൻ, ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് എക്സെട്ര. അങ്ങനെ പല ടൈപ്പിൽ. ഇപ്പോൾ ചിലത് വെബിനെ പോസിബിൾ ആവുള്ളൂ, ചിലത് ഡിസ്ട്രിബ്യൂട്ടറിലേ പറ്റുള്ളൂ, ചിലത് ഡാറ്റാബേസിലേ പറ്റുള്ളൂ എന്നില്ല. ഇത് സി ഷാർപ്പ് നമുക്ക് എല്ലാ ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസിനകത്തും യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ECMA അതുപോലെ ISO എന്നുള്ള സ്റ്റാൻഡേർഡ്സൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ECMA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്ലസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി ഷാർപ്പ്. ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോമൺ ലാംഗ്വേജ് ഇൻഫ്രാസ്ട്രക്ചറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സിക്യൂട്ടബിൾ കോഡും റൺ ടൈം എൻവിറോൺമെൻറ്റൊക്കെ ഈസിലി സ്പെസിഫൈ ചെയ്ത് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു ഇതൊരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? C++, ജാവ, ഈഫൽ, മോഡുല 3, പാസ്കൽ എക്സെട്ര അത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടാണ് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു മോഡേൺ ലാംഗ്വേജ് ആയതുകൊണ്ട്. ഇപ്പോൾ പഴയ ലാംഗ്വേജുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതൽ ബെറ്റർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത്രയും പോപ്പുലറായിട്ട് ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് സി ഷാർപ്പ് മാറിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സി ഷാർപ്പിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിനകത്ത് C++, ജാവ, C പോലെയുള്ള പ്രോഗ്രാമുകളുടെയൊക്കെ അഡ്വാൻറ്റേജസ്, പ്രത്യേകിച്ച് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും അതൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണിത്. പിന്നെ ഈസി ഫോർ യൂസേഴ്സാണ്. പിന്നെ ഇത് .NET ഫ്രെയിം വർക്കിലാണ് ഇതിനകത്ത് എക്സിക്യൂഷൻസ് നടത്തുന്നത്. പിന്നെ എന്താണ്, പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. വിൻഡോസ് ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ്, വെബ് സർവീസ്, ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ്, ഇത്ര പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഇത് ECMA, ISO ഒക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടെയാണ് സി ഷാർപ്പ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സി ഷാർപ്പിനെ കുറിച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. സി ഷാർപ്പിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്,
പിന്നെ വരുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ലെവൽസിൽ കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ CPPയും C#ഉം തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഡിഫറൻസുകൾ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ വീഡിയോസായിട്ട് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് എന്താണ് C# എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.